ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. സാധനയുടെ പാത നിങ്ങൾക്ക് ശക്തി നൽകുമോ, അതോ നിങ്ങളെ എന്നേക്കുമായി ബന്ധനത്തിലാക്കുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറുമൊരു വിവരമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ ദിശയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യമാണ്. യുദ്ധഭൂമിയിൽ ഭഗവാൻ നാരായണൻ അർജുനന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഗൂഢരഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്ത ആ ദിവ്യ നിമിഷം ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, ഹേ അർജുന, ഏത് ശക്തിയെയാണോ ഒരാൾ ആരാധിക്കുന്നത് മരണശേഷം അവൻ അതിനെ തന്നെ പ്രാപിക്കുന്നു. ഇപ്പോൾ ഈയൊരു വാചകം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇറക്കിവെക്കുക. ഇതിന്റെ അർത്ഥം ആരാധനയുടെ ഫലം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പൂർണ്ണമായ ബോധവും നിങ്ങളുടെ അടുത്ത അസ്തിത്വവും ആ ശക്തിയുമായി ബന്ധിക്കപ്പെടുന്നു എന്നാണ്. അതായത് നിങ്ങൾ ഉന്നതമായ ദിവ്യശക്തിയെയും മോക്ഷം നൽകുന്ന ശക്തിയെയും ഉപാസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ദിശയിലേക്ക് നീങ്ങുന്നു. എന്നാൽ സ്വയം ബന്ധനത്തിലായ ശക്തികളെയാണ് നിങ്ങൾ സാധന ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനവും ആ ബന്ധനത്തിൽ തന്നെയായിരിക്കും. ഇവിടെ നിന്നാണ് യഥാർത്ഥ ഭ്രമം, അബദ്ധധാരണ ആരംഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ശക്തിയും ധനവും സിദ്ധിയും നേടാനുള്ള അത്യാഗ്രഹത്തിൽ പലരും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലാതെ ഇത്തരം പാതകളിലൂടെ സഞ്ചരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ അപൂർണമായ വിവരങ്ങളും നിഗൂഢമായ ആകർഷണങ്ങളും കാരണം ആളുകൾ യക്ഷിണി, ഡാഗിനി, പിശാചിനി, ശാഗിനി തുടങ്ങിയ സാധനകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ശക്തികൾ തങ്ങളെ സവിശേഷമാക്കുമെന്നും സാധാരണ പൂജകളിൽ നിന്ന് ലഭിക്കാത്തത് നൽകുമെന്നും അവർ കരുതുന്നു. എന്നാൽ ഈ ശക്തികൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവ പൂർണ്ണമാണോ? അവ മുക്തമാണോ? അതോ അവരും ജനനമരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബോധങ്ങളാണോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇവിടെയാണ് ഭൂരിഭാഗം സാധകർക്കും തെറ്റുപറ്റുന്നത്. കാരണം അവർ ഫലങ്ങൾ മാത്രം നോക്കുന്നു, ഫലത്തിന് പിന്നിലെ സത്യം നോക്കുന്നില്ല. അവർക്ക് ശക്തി വേണം, എന്നാൽ ആ ശക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ അവർ അതിന് പിന്നാലെ ഓടുന്നു. ഈ ധൃതി അവരെ തിരിച്ചുവരാൻ പ്രയാസമുള്ള ഒരു പാതയിലേക്ക് എത്തിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു ശക്തി സ്വയം പരിമിതമാണെങ്കിൽ, സ്വയം ബന്ധനത്തിലാണെങ്കിൽ അതിനെങ്ങനെ നിങ്ങളെ മുക്തനാക്കാൻ കഴിയും? ഇതൊരു തടവുകാരൻ മറ്റൊരു തടവുകാരന് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നത് പോലെയാണ്. കേൾക്കാൻ ഇത് ആകർഷകമായി തോന്നാം, പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇത് അസാധ്യമാണ്. ഇതാണ് ഈ പറയപ്പെടുന്ന തന്ത്രസാധനകളുടെ സത്യം. ഇവിടെ നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ലഭിച്ചേക്കാം, ചില അമാനുഷിക സംഭവങ്ങൾ കണ്ടേക്കാം, ചില ആഗ്രഹങ്ങൾ പൂർത്തിയായേക്കാം. എന്നാൽ ഇതിനെല്ലാമുള്ള വില എന്താണ്? ഇതാണ് ആളുകൾ ചോദിക്കാൻ മറന്നുപോകുന്ന ചോദ്യം. പതുക്കെ പതുക്കെ അവർ പുറത്തു കടക്കാൻ എളുപ്പമല്ലാത്ത ആ വലയിൽ കുടുങ്ങുന്നു. ഈ ലോകം വെറും പുറമേയുള്ള സംഭവങ്ങളുടെ കളിയല്ല, ഇത് ബോധത്തിന്റെ കളിയാണ്. നിങ്ങൾ എന്തിനോടാണോ ബന്ധിക്കപ്പെടുന്നത്, നിങ്ങൾ അതിനെപ്പോലെ ആയിത്തീരുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സാധനകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആലോചിച്ചു വേണമെന്ന്. കാരണം ഇത് വർത്തമാനകാലത്തെ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയെയും അടുത്ത ജന്മങ്ങളെയും ബാധിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു നേരിട്ടുള്ള ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും ശക്തിയാണോ വേണ്ടത്, അതോ മോക്ഷമാണോ വേണ്ടത്? കാരണം രണ്ടിന്റെയും വഴികൾ വ്യത്യസ്തമാണ്, ഫലങ്ങളും പൂർണ്ണമായും വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും. എന്നാൽ നിങ്ങൾ ഇത് അവഗണിച്ചാൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അതേ ഭ്രമത്തിൽ നിങ്ങളും അകപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇനി പുറത്തുവരാൻ പോകുന്ന സത്യം നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. യഥാർത്ഥ സാധന എന്താണെന്നും ഏതു വഴിയാണ് നിങ്ങളെ ഉയർത്തുന്നതെന്നും ഏതു വഴിയാണ് നിങ്ങളെ പതുക്കെ താഴേക്ക് വലിക്കുന്നതെന്നും ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കും. ഇനി ചോദ്യം ഇതാണ്: യക്ഷിണി, ഡാഗിനി, പിശാചിനി, ശാഗിനി തുടങ്ങിയ ശക്തികൾ യഥാർത്ഥത്തിൽ എന്താണ്? ഇവയ്ക്ക് നിങ്ങളെ ശരിക്കും ശക്തനാക്കാൻ കഴിയുമോ? അതോ ഇതിൽ കുടുങ്ങിയാൽ പുറത്തു കടക്കാൻ അസാധ്യമായ ഒരു വലയാണോ ഇത്? ഇതാണ് ഈ ശക്തികളെല്ലാം ഈ പ്രപഞ്ചത്തിലെ താഴ്ന്ന നിലയിലുള്ള ബോധങ്ങളാണ്. അവ സ്വയം ജനനമരണ ചക്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ പരമശക്തിയല്ല. ഇവയ്ക്ക് നിങ്ങൾക്ക് മോക്ഷം നൽകാനും കഴിയില്ല. ഇവയ്ക്ക് പരിമിതമായ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള കഴിവു മാത്രമേയുള്ളൂ. അതാണ് ഇവയുടെ ആകർഷണത്തിന്റെ പ്രധാന കാരണം. ഒരു സാധകൻ ഇവരുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ തുടക്കത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകും. പെട്ടെന്ന് ആഗ്രഹങ്ങൾ പൂർത്തിയാവുക, വിചിത്രമായ അടയാളങ്ങൾ ലഭിക്കുക, ചില അമാനുഷിക സംഭവങ്ങൾ അനുഭവപ്പെടുക. ഇവിടെ വച്ച് അയാൾ ശരിയായ പാതയിലാണെന്ന വിശ്വാസം ശക്തമാകുന്നു.
എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ഭ്രമം ഉണ്ടാകുന്നത്. തുടക്കത്തിൽ നിങ്ങളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെ പതുക്കെ നിങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നു. നിങ്ങളെ അവരോടൊപ്പം ബന്ധിപ്പിക്കാൻ ആവശ്യമായത് മാത്രമേ ഈ ശക്തികൾ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. പതുക്കെ നിങ്ങളുടെ മനസ്സ്, ചിന്തിക്കുന്ന രീതി, ബോധം എല്ലാം അവരുടെ സ്വാധീനത്തിലാകുന്നു. നിങ്ങൾ അവരെ നിയന്ത്രിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒളിഞ്ഞിരിക്കുന്ന വലയാണിത്. മനസ്സിലാക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാകും. കാരണം ഈ ശക്തികൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഊർജവുമായി ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഈ ജീവിതത്തിൽ മാത്രം ഒതുങ്ങാത്ത ഒരു ബന്ധം അവിടെ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ ഇത്തരം സാധനകൾ അനുഭവസമ്പന്നനായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ മാത്രമേ ചെയ്യാവൂ എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാത്തപക്ഷം ഫലം ഭയാനകമായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ യാതൊരു മാർഗനിർദ്ദേശവുമില്ലാതെ ഇന്റർനെറ്റിലെ അപൂർണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ മാനസിക അശാന്തി, പേടി, വിചിത്രമായ അനുഭവങ്ങൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ എന്നിവ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ ആ ശക്തിയുമായി എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഏറ്റവും അപകടകരമായ കാര്യം ഇതെല്ലാം വളരെ സാവധാനത്തിലാണ് സംഭവിക്കുന്നത് എന്നതാണ്. നിങ്ങൾ അറിയാതെ തന്നെ ആ പാതയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് ഫലം നൽകുന്ന എല്ലാ ശക്തികളും ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. യഥാർത്ഥ ശക്തി നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്നതും സ്വതന്ത്രനാക്കുന്നതും മോക്ഷത്തിലേക്ക് നയിക്കുന്നതുമാണ്, അല്ലാതെ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ നിങ്ങളെ എത്തിക്കുന്നതല്ല. ഇത് മനസ്സിലാക്കുക എന്നത് ഓരോ സാധകനും നിർബന്ധമാണ്. കാരണം ഇത് സാധനയുടെ ചോദ്യം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ ദിശയുടെ ചോദ്യമാണ്. ഇനി അവസാനത്തെയും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക: ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കുറച്ചുകാലത്തെ ശക്തിയും ചെറിയ സിദ്ധികളും താൽക്കാലിക സുഖവും മാത്രമാണോ, അതോ യഥാർത്ഥ ശാന്തിയും സ്വാതന്ത്ര്യവും ആ പരമസത്യത്തിലേക്ക് എത്തുന്നതുമാണോ? സുഹൃത്തുക്കളെ, ഈ മനുഷ്യജീവിതം ഒരു സാധാരണ അവസരമല്ല. ലക്ഷക്കണക്കിന് വർഷത്തെ യാത്രയ്ക്ക് ശേഷം ലഭിച്ച അപൂർവമായ അവസരമാണിത്. ദേവന്മാർ പോലും ഈ മനുഷ്യശരീരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. കാരണം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ മോക്ഷം സാധ്യമാകൂ. ഇത്രയും വിലപ്പെട്ട ജീവിതം ലഭിച്ചിട്ടും സ്വയം ബന്ധനത്തിലായ ഇത്തരം ശക്തികൾക്ക് പിന്നാലെ പോയി അത് നശിപ്പിക്കുന്നത് ശരിയാണോ? ചെറിയ ആഗ്രഹങ്ങൾക്കായി നമ്മുടെ ആത്മാവിനെ പുറത്തുകടക്കാൻ പ്രയാസമുള്ള ഒരു ചക്രത്തിൽ കുടുക്കണോ? ഇവിടെയാണ് നിങ്ങൾ ഉണരേണ്ടത്. കാരണം ഇത് വെറുമൊരു തീരുമാനമല്ലേ, ഇത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ദിശ നിശ്ചയിക്കുന്നു. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന വഴി മരണശേഷവും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സഫലമാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും അകന്നുപോയ ആ പരമശക്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ വഴി തിരഞ്ഞെടുക്കണം. നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ വഴി തിരഞ്ഞെടുക്കുക. നിങ്ങളെ പതുക്കെ ആഴത്തിലുള്ള ബന്ധനത്തിലേക്ക് തള്ളിയിടുന്ന വഴിയല്ല വേണ്ടത്. ഇന്ന് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ശരിയായ ദിശയിൽ സഞ്ചരിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. കമന്റിൽ ഹര ഹര മഹാദേവ് എന്ന് എഴുതുക. കൂടാതെ പെട്ടെന്നുള്ള ധനസമ്പാദ്യത്തിനു വേണ്ടി പല ശക്തികളെയും പൂജിക്കുന്നവർ ഉണ്ട്. അവർ അതിന്റെ ഭ്രമത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അവരും ഈ ഭ്രമത്തിൽ നിന്ന് പുറത്തുവരട്ടെ. ഒരാൾ ഉണരുമ്പോൾ അയാളുടെ ജീവിതം മാത്രമല്ല മാറുന്നതയാൾ വഴി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറാം. ശരിയായ അറിവാണ് യഥാർത്ഥ ശക്തി എന്നോർക്കുക. ബാക്കിയെല്ലാം വെറും ഭ്രമമാണ്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇത്രമാത്രം. നിങ്ങൾ ഏത് ശക്തിയെയാണോ ആരാധിക്കുന്നത്, മരണശേഷം നിങ്ങൾക്ക് അവരോടൊപ്പം കഴിയേണ്ടി വരും. അതുകൊണ്ട് ജനനമരണ ചക്രത്തിൽ കുടുങ്ങിയ ശക്തികളെയാണ് നിങ്ങൾ സാധന ചെയ്യുന്നതെങ്കിൽ, നിങ്ങളും ആ ചക്രത്തിൽ കുടുങ്ങും. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യജീവിതം വളരെ പ്രയാസപ്പെട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം ധനമോ ശക്തിയോ നേടുകയല്ല, മറിച്ച് മോക്ഷം നേടുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ബന്ധിക്കുന്ന വഴിയല്ല, നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന വഴി എപ്പോഴും തിരഞ്ഞെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാണായാമവും ത്രാടകം പോലുള്ള സാധനയ്ക്ക് പിറകെ പോകൂ.
സിദ്ധികൾ വന്നുകൊള്ളും. നിങ്ങൾ ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെങ്കിൽ എന്നെപ്പോലെ ശരിയായ വഴിയിലെത്തിയിരിക്കുകയാണ്. ധൈര്യത്തിൽ പ്ലേലിസ്റ്റ് പോയി ത്രാടക വീഡിയോ എല്ലാം കണ്ടു ആരംഭിക്കൂ. കാരണം അതിന്റെ സിദ്ധി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കൂടുതലാണ്. അതിനു മുൻപ് മഹാദേവനെ ഗുരുവാക്കുക തയ്യാറാണെങ്കിൽ ത്രാടകം എന്നെഴുതൂ.